ഒരു രക്ഷയില്ല മച്ചാമാരോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ അടിച്ച് സെറ്റായിട്ട് കാണാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആർച്ച് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആർച്ച് എന്ന് പറയും. അത് ഈ പാർക്കിലെ എന്താ പറയുക മെയിനായിട്ടുള്ള 3 ആർച്ചുകളിൽ നിന്ന് ഒരെണ്ണമാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതിന് 2 എന്താ പറയുക വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക്, അപ്പറും ലോവറും ആയിട്ട്. നമുക്ക് ആദ്യം ലോവർ വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടു നോക്കാം. ഓക്കെ, 5 കിലോമീറ്റർ നടക്കണം ഇവിടുന്ന് അതിൻ്റെ മുകളിലേക്ക്. അതും വളരെ അപകടം നിറഞ്ഞ ഹൈക്കുകളെന്നൊക്കെയാണ് അവർ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അതായത് കുറേ ദൂരം നമ്മൾ ഒരുതരം എന്താ പറയുക ഈ മണൽപ്പാറയുടെ മുകളിൽ കൂടെ തന്നെ പോകണം. അതേപോലെ ഈ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് നിഴലെന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പം ഒത്തിരി റിസ്ക് എടുത്തിട്ടുള്ള ഒരു ഹൈക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ റിസ്ക്കുള്ള ഹൈക്കാണ്, പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ കുറേ പേര് പോകുന്നുണ്ട്. ഇവിടം വരെ വന്നിട്ട് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഓക്കെ, അപ്പോൾ അതിന് മണ്ടയ്ക്ക് പോകാം നമുക്ക്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന സംഭവം. പക്ഷേ അതിലേക്കുള്ള ഹൈക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഹൈക്കിംഗ് ട്രെയിൽ. യു ആർ ഹിയർ. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഹൈക്ക് ചെയ്ത് ഡെലിക്കേറ്റ് ആർച്ച് ആ ഒരു പോയിന്റ് വരെ പോകണം. ഇത് 5.1 കിലോമീറ്റർ ആണ് റൗണ്ട് ട്രിപ്പ്. ഞാൻ കാണിച്ചു തരാം. ഈ വിജനമായ മരുഭൂമിയിൽ ജീവിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കാണുന്നത് ആക്ച്വലി ഒരു വീടായിരുന്നു. അതായത് 1800 ആ കാലഘട്ടങ്ങളുടെ അവസാനത്തിൽ ഇവിടെ ഒരു എന്താ പറയുക ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക അംഗശേഷി വന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മോൻ ഫ്രെഡ് എന്ന് പറയുന്ന വ്യക്തിയും ഈ ഒരു പ്രദേശത്ത് വന്ന് അവർ താമസിച്ച അവരുടെ വീടാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഈ വീടിനോട് ചേർന്ന് ഒരു എന്താ പറയുക അവരുടെ സ്റ്റോർ റൂമുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അതിൻ്റെ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ. മരുഭൂമിയിലെ നീരുറവ എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. അതേ കണ്ടോ, ബ്രൂക്ക് ഇൻ ദ ഡിസേർട്ട്. എടാ ഈ മരുഭൂമിയിലൊരു നീരുറവയാണ്. ഇതിൽ അത്യാവശ്യം കുഞ്ഞ് ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ പ്ലസ് ഒരു രക്ഷയിലാട്ടാ. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു കാൽ ഭാഗം എത്തിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എന്താ പറയുക നൈസായിട്ട് കട്ടയമ്പടയൊക്കെ മടങ്ങി തുടങ്ങിയതുണ്ട്. അതിൻ്റെ ഏറ്റവും അങ്ങ് മുകളിൽ കണ്ടാ, ആ മുകളിൽ വേണം നമുക്ക് എത്താനായിട്ട്. എല്ലാവരും പറയുന്ന ഒരു തിരിച്ചു വരുന്നവർ പറയണത് പല സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ ടൈം എടുത്ത് പോയാൽ മതി എന്നാണ്. ഒന്നാമത് ഈ ചൂട് കാരണമാണ് ഇത്ര ടയർഡാക്കണത്. പിന്നെ ആ ഒരു പകുതി സെക്ഷൻ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ശരിക്കും കുത്തനെ കിടക്കുന്ന പാറയാണ്. നോക്കാം നമുക്ക് എന്തായാലും. അടിപൊളി. നമ്മളത് പകുതി ദൂരം പോലും ആയിട്ടില്ല. പക്ഷെ ഇതിവിടെ ഒരു പാറയുടെ അവിടെ ഒരു നൈസ് മരമുണ്ട്. ദാറ്റ്സ് എ കൂൾ റെസ്റ്റിംഗ് പ്ലേസ്. ഓക്കെ,
not so cool, but it's at least shaded. That's good. നല്ല തണലും ഉണ്ട്, നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം തണലും ഉണ്ട്. നമുക്ക് നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, കുത്തനെ കിടക്കുന്ന കട്ട ഹൈക്കാണ്, അതും തനി പാറപ്പുറത്ത് കൂടെ. നമ്മളൊരു പകുതി വഴി എത്തി. ഒരു രക്ഷയിലാട്ടോ, കുത്തരം മേളിൽ കിടക്കാം. ദൂരെ കാറ് കിടക്കണുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മളങ്ങനെ പകുതി വഴിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 200 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുത്തരം മേളിലേക്ക് കിടക്കുന്ന ഒരു ഹൈക്കാണ്. നമ്മൾ ഏകദേശം ഒരു 60% കയറി. ഓഹോ, നമ്മളാ ഏറ്റവും കടുംവെട്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക പാറപ്പുറ ഒരു വിധത്തിൽ വലിഞ്ഞ് കയറി. ഇപ്പോൾ നമ്മൾ ശരിക്കും പോണത് എന്താ പറയുക, ചെറിയ ചെറിയ പാറകളുടെ ഇടുക്ക് വഴിയുള്ള ഒരു യാത്രയാണ്. ഇതാണ് ഇതേപോലത്തെ ഒരുതരം അടുക്ക് പാറകളാണ് രണ്ട് സൈഡിലും. അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്താ പറയുക, കാലം നിർമ്മിച്ച സ്റ്റെപ്പ് എന്ന് പറയാം. ഇടിച്ചിലൊക്കെ ഇടിഞ്ഞു വീണ കല്ലുകളും ഒക്കെ സൈഡിൽ കിടക്കുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, ഒരുമാതിരി ദുർഗമം പിടിച്ച വഴി കൂടെയൊക്കെയാണ് പോണത്. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും സുഖമൊന്നുമില്ല. എന്നാ ഓരോരോ കഷ്ടപ്പാട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. ഇവിടെ സൈഡായി. ഹലോ, നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു പോയിന്റിൽ എത്താറായി. നമ്മളിപ്പോൾ ഈ പോകുന്നുണ്ട്, ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഒരു താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പെറുക്കി എടുക്കാനുണ്ടാവുള്ളൂ ഒരു കവറിൽ. ശരിക്കും അത്രയ്ക്ക് എന്താ പറയുക, നാരോ ആയിട്ടുള്ള ഒരു പോയിന്റ് വഴിയാണ് നമ്മളിപ്പോൾ പോണത്. ഇതുണ്ടോ ഈ കൈവയ്ക്കുന്ന ഈ വീതി. നമ്മൾ ഹൈക്കുമ്പോൾ ഈ സാധനമൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇളകിയിരിക്കുന്ന ഒരു കല്ലാണ്. ഇവിടെ നിന്നൊക്കെ പോയാൽ പൊടി ഉണ്ടാവില്ല.
ഇവിടെ കൊണ്ട് തീർന്നില്ല. ഇനി അതിന്റെ ചോട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ വരുന്ന എല്ലാവരും പോവാറില്ല. എന്താ പറയാ, കുറച്ച് എന്താ പറയാ ക്രിക്കായിട്ടുള്ള ടീമുകളാണ് ഈ ചോട്ടിൽ പോയി പങ്കെടുക്കുക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതുണ്ടാവും ഇതേപോലെ ഇവിടെ ഇരുന്ന് ആ ഭംഗി ആസ്വദിക്കും. അപ്പൊ നമ്മള് എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ച് അവിടെ എത്തി എന്നിട്ട് അതിന്റെ അടുത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പൊന്നു മച്ചന്മാരെ ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചിറങ്ങിപ്പോകാനായിട്ട് തോന്നുന്നില്ല. കാരണം അതേപോലത്തെ ഒരു വ്യൂ ആണ് ഇവിടുന്ന്. പക്ഷേ ഇതിലും കിടലിനായിട്ട് ഒരു 2 എണ്ണം കൂടി നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്ത ആർച്ചിന് മുമ്പിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി തുടങ്ങി. നമുക്ക് വണ്ടികളൊക്കെ കിടക്കുന്നത് ഏകദേശം ഇവിടുന്ന് കാണാം. ഒത്തിരി പേര് ഇപ്പോഴും കയറി വരുന്നുണ്ട് കേട്ടോ. ഈ തണലിൽ ഇത്തിരി നേരം നമ്മൾ അങ്ങോട്ട് തിരിച്ച് കയറിയപ്പോൾ നമ്മൾ നിന്ന് വെള്ളം കുടിച്ച അതേ തണൽ മരമാണ്. തിരിച്ചു വന്നപ്പോഴും ഇവിടെ ഞങ്ങൾ നിർത്തി ഉണ്ടായിരുന്ന വെള്ളം മൊത്തം കുടിച്ച് തീർത്തു. ആൻഡ് we survived. We did. We did. നമ്മൾ വേറെ സ്പോട്ടിൽ വണ്ടി നിർത്തി ഒരു എന്താ പറയുക ഒരു കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. മനോഹരമായ മറ്റൊരു ആർച്ചാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ പുറകിൽ കാണുന്നത് സ്കൈലൈൻ ആർച്ച് എന്ന് പറയും. ഈ ആർച്ചിന് പുറകിൽ വേറൊരു ഇൻസിഡൻറ്റും കൂടി ഉണ്ട്. 1940 ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ടോപ്പിൽ നിന്നും വലിയൊരു പാറക്കഷ്ണം അറന്ന് വീണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു ആർച്ച് ഇത്രയും വലുതായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇടാം 1940 മുമ്പുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലേസിൽ നിന്ന് തിരിച്ച് പോകാൻ തോന്നുന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ഈ പാർക്കിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു 2 എണ്ണം കൂടി ഉണ്ട്. ലാൻഡ്സ്കേപ്പ് ആർച്ച്, അതേപോലെ ബ്രോക്കൺ ആർച്ച്. അത് രണ്ടുമാണ് ഈ പാർക്കിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇനി സമയം ഒട്ടും കളയാനില്ല. സൂര്യൻ പതുക്കെ താഴ്ന്നു തുടങ്ങി. അപ്പോൾ ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത രണ്ടും പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കേ, നമ്മളിത് അങ്ങനെ നമ്മുടെ അടുത്ത പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു എൻ്റയർ ഏരിയ അറിയപ്പെടുന്നത് ഡെവിൾസ് പ്ലേ ഗ്രൗണ്ട് എന്നാണ്. ഇത് ഏകദേശം 3 കിലോമീറ്റർ ആണ് നമുക്ക് ഹൈക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഹൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതേപോലത്തെ വലിയ പാറയുടെ ഫോർമേഷൻ, അതുവഴി അതേപോലെ പ്ലെയിൻ ഗ്രൗണ്ട്, ചിലപ്പം കുത്തനുള്ള കയറ്റങ്ങൾ ഇറക്കങ്ങൾ, കുറച്ച് ഈസിയും കുറച്ച് കഷ്ടപ്പാടുമാണ്. ബട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഹൈക്ക് ചെയ്യാണ്. Let me ask to my Sahadarmani, how does she feel? What's up, buddy? How do you feel? You always ask at the worst times. It's been a beautiful day. It is.
But the thing is, we hike our shoes off. And by the end of the day, we're very tired. It is. It's very tiring. Whew. എൻ്റെ പൊന്നും അച്ഛന്മാർ അങ്ങനെ നടന്ന് നമ്മൾ ദേ ആ എന്താ പറയുക ഗംഭീര ആർച്ചിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ലാൻഡ്സ്കേപ്പ് ആർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിൽ വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് സെപ്റ്റംബർ 1, 1991 ഈ കാണുന്ന 306 അടി നീളമുള്ള ഈ വലിയൊരു ആർച്ചിൻ്റെ അടിത്തട്ടിൽ നിന്നും 60 അടി നീളം, അതേപോലെ തന്നെ 40 അടി വീതിയും 4 അടി കനമുള്ള വലിയൊരു എന്താ പറയുക പാറയുടെ കഷ്ണം അടർന്നു വീണു. ഈ ഭാഗത്തൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ഹൈക്ക് ചെയ്യണവർ. അവരൊക്കെ ഇവിടെ നിന്ന് എണീറ്റ് ഓടി. എന്നിട്ട് അത് തകർന്നു വീണ പൊടിയൊക്കെ അവർ കളക്ട് ചെയ്തപ്പോൾ ഏകദേശം 108 ടണ്ണ് പൊടിമണലാണ് അവർക്ക് കിട്ടിയത്. The sun is finally setting on our day at Arches National Park. The scenery is spectacular. We had a great time, but sadly it has to end. ഒരു രക്ഷയില്ല. അങ്ങനെ എന്താ പറയുക, ഒരു കിടിലൻ ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതേപോലെ വളരെ വ്യത്യസ്തമായ കാഴ്ചയുടെ അനുഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ. See you next time.